Once again, welcome back to my YouTube channel. English ഒട്ടും സംസാരിക്കാൻ അറിയാൻ മേലാത്തവർക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ കുറച്ച് ഇംഗ്ലീഷ് സെന്റൻസസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യത്തെ സെന്റൻസ് ഇതാണ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതെങ്ങനെ പറയും? I have a lot to talk about. I have a lot to talk about. To talk about എന്ന് പറഞ്ഞാൽ എന്തിനെക്കുറിച്ചെങ്കിലും പറയാൻ എന്നുള്ള അർത്ഥമാണ്. A lot എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്നാണ്. So I have a lot to talk about എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ള അർത്ഥമാണ്. I have a lot to talk about. ഇനി എത്രയും പെട്ടെന്ന് വരിക എന്ന് പറയണം. അതെങ്ങനെ പറയും? Come as soon as possible. Come as soon as possible. As soon as possible എന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്ന് വരാൻ സാധിക്കുന്നു അത്രയും പെട്ടെന്ന് എന്നുള്ള അർത്ഥമാണ്. ഇനി നമ്മൾ ഇപ്പം എവിടെയെങ്കിലും പോയി നമ്മൾ ലേറ്റ് ആയി, അപ്പം നമ്മൾ പറയത്തില്ലേ ലേറ്റ് ആയതിന് സോറി അല്ലെങ്കിൽ ക്ഷമിക്കണം. അതെങ്ങനെ പറയും? സോറി ഫോർ ബീയിങ് ലേറ്റ്. ബീയിങ് ലേറ്റ് എന്ന് പറഞ്ഞാൽ ലേറ്റ് ആയതിന് എന്നുള്ള അർത്ഥമാണ്. സോ താമസിച്ചതിന് ക്ഷമ എന്ന് പറയാനാണ് സോറി ഫോർ ബീയിങ് ലേറ്റ്. ഇനി എല്ലാം ഓക്കെ ആണോ അല്ലെങ്കിൽ എല്ലാം ശരിയാണോ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഈസ് എവ്രിതിങ് ഓൾ റൈറ്റ്. ഈസ് എവ്രിതിങ് ഓൾ റൈറ്റ്. ഓൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ശരി എന്നുള്ള ഒരർത്ഥമാണ്. സോ ഈസ് എവ്രിതിങ് ഓൾ റൈറ്റ് എന്ന് ചോദിച്ചാൽ എല്ലാം ശരിയാണോ എന്നാണ് മീനിങ്. ഈസ് എവ്രിതിങ് ഓൾ റൈറ്റ്. ഇനി എനിക്ക് നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? What can I do for you? What can I do for you? Do for you എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി ചെയ്യുക എന്നാണ്. സോ വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്ന് ചോദിച്ചാൽ എനിക്ക് നിനക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള മീനിങ് ആണ്. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കാര്യത്തിൽ നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? Could you please help me with this? Could you please help me with this? Help me with this എന്ന് പറഞ്ഞാൽ ഇതിനെ എന്നെ സഹായിക്കുക എന്നുള്ള അർത്ഥമാണ്. സോ could you please help me with this എന്ന് ചോദിച്ചാൽ ഈ ഒരു കാര്യത്തിന് നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ എന്നുള്ള അർത്ഥമാണ്. Could you please help me with this? ഇനി അടുത്തത്, ഇതൊരു തമാശയല്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? This is not a joke. This is not a joke. Joke എന്ന് പറഞ്ഞാൽ തമാശ എന്നാണ്. സോ ഇതൊരു തമാശയല്ല എന്ന് പറയാനാണ് this is not a joke. This is not a joke. ഇനി നിനക്ക് എന്നിൽ നിന്ന് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കാൻ വാട്ട് ഡു യു വോണ്ട് എന്ന് ചോദിക്കാം. വാട്ട് ഡു യു വോണ്ട് എന്ന് ചോദിച്ചാൽ നിനക്ക് എന്താണ് വേണ്ടത് എന്നാണ്. എന്നിൽ നിന്ന് എന്ന് പറയാൻ ഫ്രം മീ എന്ന് പറയാം. സോ വാട്ട് ഡു യു വോണ്ട് ഫ്രം മീ എന്ന് ചോദിച്ചാൽ നിനക്ക് എന്നിൽ നിന്ന് എന്താണ് വേണ്ടത് എന്നാണ് മീനിങ്. വാട്ട് ഡു യു വോണ്ട് ഫ്രം മീ. ഇനി നീ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ആർ യു കമ്മിങ് എലോങ്. കം എലോങ് എന്ന് പറഞ്ഞാൽ കൂടെ വരിക എന്നുള്ള അർത്ഥമാണ്. സോ നീ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കാനാണ് ആർ യു കമ്മിങ് എലോങ്. ആർ യു കമ്മിങ് എലോങ്. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് എതിർത്ത് പറയുവാണെങ്കിൽ നമ്മൾ പറയത്തില്ല ഇത് നിന്നെ ബാധിക്കുന്ന കാര്യമല്ല. അതെങ്ങനെ പറയും? ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. അതായത് ഇത് നിന്നെ ബാധിക്കുന്ന കാര്യമല്ല, നീ ഇതിൽ ഇടപെടരുത് എന്നുള്ള അർത്ഥമാണ്. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. ഇനി ഞങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? വി ബോത്ത് ലൈക്ക് ഈച്ച് അതർ. ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ പരസ്പരം എന്നുള്ള അർത്ഥമാണ്. സോ വി ബോത്ത് ലൈക്ക് ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണ് എന്നുള്ള അർത്ഥമാണ്. വി ബോത്ത് ലൈക്ക് ഈച്ച് അതർ. ഇനി നമ്മൾ ആരെങ്കിലും ഒക്കെ കണ്ടുമുട്ടിയതിന് ശേഷം ലാസ്റ്റ് പോകുന്ന നേരത്ത് പറയത്തില്ല നിന്നെ കണ്ടുമുട്ടിയതിൽ സന്തോഷം. അതെങ്ങനെ പറയും? ഇറ്റ് വാസ് നൈസ് മീറ്റിംഗ് യു. ഇറ്റ് വാസ് നൈസ് മീറ്റിംഗ് യു. മീറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക എന്നുള്ള അർത്ഥമാണ്. സോ നിന്നെ കണ്ടുമുട്ടിയതിൽ സന്തോഷം എന്നുള്ള അർത്ഥത്തിൽ പറയാനാണ് ഇറ്റ് വാസ് നൈസ് മീറ്റിംഗ് യു. ഇറ്റ് വാസ് നൈസ് മീറ്റിംഗ് യു. ഇനി ആരെങ്കിലും നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ പറയത്തില്ലേ ഇരിക്കൂ എന്ന് പറയത്തില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? ഒന്നുകിൽ നമുക്ക് പ്ലീസ് ബി സീറ്റഡ് എന്ന് പറയാം. പ്ലീസ് ബി സീറ്റഡ് എന്ന് പറഞ്ഞാൽ ഇരിക്കൂ എന്നുള്ള അർത്ഥമാണ്. അല്ലെങ്കിൽ പ്ലീസ് ടേക്ക് യുവർ സീറ്റ് എന്ന് പറയാം. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. അതിൻ്റെ മീനിങ് ദയവായിട്ട് ഇരിക്കൂ എന്നുള്ള അർത്ഥം തന്നെയാണ്. പ്ലീസ് ബി സീറ്റഡ് അല്ലെങ്കിൽ പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. പിന്നെ നമ്മൾ ചോദിക്കാറുണ്ട് നിനക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത്. അതെങ്ങനെ ചോദിക്കും? വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ്. വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ് എന്ന് പറഞ്ഞാൽ നിനക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത് എന്നുള്ള അർത്ഥമാണ്. വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ്.
ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പറയത്തില്ല നീ ഒരു നല്ല കാര്യമാണ് ചെയ്തത്. അതെങ്ങനെ പറയും? യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. യു ഡിഡ് എ ഗ്രേറ്റ് ജോബ് എന്ന് പറഞ്ഞാൽ നീ ഒരു വളരെ നല്ല കാര്യമാണ് ചെയ്തത് എന്നുള്ള അർത്ഥമാണ്. ഗ്രേറ്റ് ജോബ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ജോലി എന്നുള്ള അർത്ഥമാണ്. സോ നീ നല്ലൊരു കാര്യമാണ് ചെയ്തത് എന്ന് പറയാനാണ് യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ഇനി ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുമെന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. മൈ ലെവൽ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി എന്നുള്ള അർത്ഥമാണ്. സോ ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും എന്നുള്ള അർത്ഥമാണ്. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഇനി ഇന്ന് എനിക്ക് ഭയങ്കര ക്ഷീണമാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഭയങ്കര ക്ഷീണം എന്ന് പറയാൻ ഡെഡ് ടയേർഡ് എന്ന് പറയാം. സോ ഐ ആം ഡെഡ് ടയേർഡ് ടുഡേ എന്ന് പറഞ്ഞാൽ എനിക്കിന്ന് ഭയങ്കര ക്ഷീണമാണ് എന്നുള്ള അർത്ഥമാണ്. ഐ ആം ഡെഡ് ടയേർഡ് ടുഡേ. പിന്നെ നമ്മൾ പറയത്തില്ലേ എൻ്റെ കൺമുമ്പിൽ നിന്ന് പോവുക. അതെങ്ങനെ പറയും? ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ്. ഔട്ട് ഓഫ് മൈ സൈറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൺമുമ്പിൽ നിന്ന് എന്നുള്ള അർത്ഥമാണ്. സോ ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൺമുമ്പിൽ നിന്ന് പോവുക എന്നുള്ള അർത്ഥമാണ്. ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ്. ഇനി എനിക്ക് നല്ല ഉറക്കം കിട്ടി എന്ന് പറയണം. അതായത് ആവശ്യത്തിനുള്ള ഉറക്കം കിട്ടി എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ഗോട്ട് ഇനഫ് സ്ലീപ്പ്. ഐ ഗോട്ട് ഇനഫ് സ്ലീപ്പ്. ഇനഫ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള അല്ലെങ്കിൽ മതിയായിട്ടുള്ള എന്നുള്ള അർത്ഥമാണ്. സോ എനിക്ക് നല്ല ഉറക്കം കിട്ടി എന്ന് പറയാനാണ് ഐ ഗോട്ട് ഇനഫ് സ്ലീപ്പ്. ഇനി ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും നല്ല അഭിപ്രായം പറയുവാണെങ്കിൽ, അതായത് എന്തെങ്കിലും ഒരു പ്രോഗ്രാം വളരെ നല്ലതായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പറയത്തില്ലേ നിങ്ങൾക്കത് ആസ്വദിക്കാൻ പറ്റി എന്ന് അറിഞ്ഞതിൽ എനിക്ക് സന്തോഷം. അതെങ്ങനെ പറയും? ഐ എം ഗ്ലാഡ് യു എൻജോയ്ഡ് ഇറ്റ്. ഐ എം ഗ്ലാഡ് യു എൻജോയ്ഡ് ഇറ്റ്. ഐ എം ഗ്ലാഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട് എന്നുള്ള അർത്ഥമാണ്. യു എൻജോയ്ഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ നീ അത് ആസ്വദിച്ച് എന്നുള്ള അർത്ഥമാണ്. ഐ എം ഗ്ലാഡ് യു എൻജോയ്ഡ് ഇറ്റ്. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ പുറത്തു പോവുകയാണെങ്കിൽ എനിക്ക് അതിന് മെനു ഒന്ന് തരാമോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ? അതെങ്ങനെ ചോദിക്കും? കുഡ് ഐ ഹാവ് ദ മെനു പ്ലീസ്. കുഡ് ഐ ഹാവ് ദ മെനു പ്ലീസ്. MENU. ഇത് മെനു അല്ല, മെനു ആണ്. സോ കുഡ് ഐ ഹാവ് ദ മെനു പ്ലീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെനു ഒന്ന് എനിക്ക് തരാമോ എന്നുള്ള അർത്ഥമാണ്. പിന്നെ നമ്മൾ പുറത്തെവിടെയെങ്കിലും ഒക്കെ പോയി കഴിയുമ്പം ഇപ്പം വൈഫൈ ഫ്രീ ആണോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഈസ് ദ വൈഫൈ ഫ്രീ. ഈസ് ദ വൈഫൈ ഫ്രീ എന്ന് ചോദിച്ചാൽ വൈഫൈ ഫ്രീ ആണോ എന്നുള്ള അർത്ഥമാണ്. ഇനി ആണ് എന്ന് പറയുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ പാസ്വേഡ് എനിക്കൊന്ന് തരാമോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ? അതെങ്ങനെ ചോദിക്കും? കുഡ് ഐ ഹാവ് ദ പാസ്വേഡ്. കുഡ് ഐ ഹാവ് ദ പാസ്വേഡ്. ക്യാൻ ഐ ഹാവ് ദ പാസ്വേഡ് എന്ന് ചോദിക്കാം. ക്യാനിനേക്കാളും കുറച്ചും കൂടി പൊളൈറ്റായിട്ട് ചോദിക്കാനാണ് കുഡ് യൂസ് ചെയ്തത്. സോ കുഡ് ഐ ഹാവ് ദ പാസ്വേഡ് പ്ലീസ്. ദയവായിട്ട് അതിൻ്റെ പാസ്വേഡ് ഒന്ന് എനിക്ക് കിട്ടുമോ എന്നുള്ള അർത്ഥമാണ്. കുഡ് ഐ ഹാവ് ദ പാസ്വേഡ് പ്ലീസ്. ഇനി അടുത്തത് നമ്മൾ അവിടെ എങ്ങനെ എത്തും എന്ന് ചോദിക്കണം. അവിടെ എത്തുക എന്ന് പറയാൻ നമുക്ക് റീച്ച് എന്ന് പറയാം, അല്ലെങ്കിൽ ഗെറ്റ് എന്നുള്ള വേർബ് യൂസ് ചെയ്യാം. സോ ഹൗ ഡു വി റീച്ച് ദർ എന്ന് ചോദിച്ചാൽ നമ്മൾ അവിടെ എങ്ങനെ എത്തും എന്നുള്ള അർത്ഥമാണ്. ഇനി നമുക്ക് ചില ഭക്ഷണ സാധനങ്ങളോടോ അല്ലെങ്കിൽ പൊടി ഒക്കെ അലർജി ഉണ്ടെങ്കിൽ നമ്മൾ പറയത്തില്ലേ എനിക്ക് ഇന്ന കാര്യത്തോട് അലർജി ഉണ്ട്. അതെങ്ങനെ പറയും? ഐ എം അലർജിക് ടു കഴിഞ്ഞിട്ട് എന്താണോ അത് പറയുക. സോ ഐ എം അലർജിക് ടു വീറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഗോതമ്പ് അലർജിയാണ് എന്നുള്ള അർത്ഥമാണ്. ഐ എം അലർജിക് ടു വീറ്റ്. ഇനി നമ്മൾ ഇന്ന സ്ഥലത്തോട്ട് പോകുന്ന ട്രെയിൻ ഇതാണോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഈസ് ദിസ് ദ ട്രെയിൻ ദാറ്റ് ഗോസ് ടു, ഇപ്പം എറണാകുളം ആണെങ്കിൽ എറണാകുളം. ഈസ് ദിസ് ദ ട്രെയിൻ ദാറ്റ് ഗോസ് ടു എറണാകുളം എന്ന് പറഞ്ഞാൽ എറണാകുളത്തോട്ട് പോകുന്ന ട്രെയിൻ ഇതാണോ എന്നുള്ള അർത്ഥമാണ്. ഈസ് ദിസ് ദ ട്രെയിൻ ദാറ്റ് ഗോസ് ടു എറണാകുളം. ഇനി ഇപ്പം നമ്മൾ ദിവസം ഇപ്പം എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ പാർട്ടിയോ ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടും, നല്ല സമയമായിരുന്നു ഇത് എന്നുള്ള രീതിയിൽ പറയാറില്ലേ? അതിനെ യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം. ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം. അതായത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നല്ലൊരു ഇതായിരുന്നു എന്നുള്ള അർത്ഥമാണ്. ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം. ഇനി ഞാൻ വണ്ടി ഓടിച്ച് നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ വിൽ ഡ്രൈവ് യു ഹോം. ഐ വിൽ ഡ്രൈവ് യു ഹോം എന്ന് പറഞ്ഞാൽ ഞാൻ ഡ്രൈവ് ചെയ്ത് നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം എന്നുള്ള അർത്ഥമാണ്. ഐ വിൽ ഡ്രൈവ് യു ഹോം. ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലും പോയാലോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഷാൽ വി ഗോ സംവെയർ എൽസ്. ഷാൽ വി ഗോ സംവെയർ എൽസ്.
സംവെയർ എൽസ് എന്ന് പറഞ്ഞാൽ വേറെ എവിടെയെങ്കിലും എന്നുള്ള അർത്ഥമാണ്. സോ ഷാൽ വി ഗോ സംവെയർ എൽസ് എന്ന് ചോദിച്ചാൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയാലോ എന്നാണ് മീനിങ്. ഷാൽ വി ഗോ സംവെയർ എൽസ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.